പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആന്റിബയോട്ടിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആന്റിബയോട്ടിക്സ് ആൻഡ് ദെയർ മെക്കാനിസംസ്. ഇത് കുറച്ചധികം പഠിക്കാനുണ്ട്, കുറച്ചധികം ഓർത്ത് വെക്കാനുണ്ട്, കുറച്ചധികം മറന്നു പോകുന്ന ടോപ്പിക്കാണ് കേട്ടോ. നന്നായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുന്നുള്ള ഒരു ഏരിയ. ഇപ്പൊ ഇതിലും നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്ന ആളെ നോക്കാവുള്ളൂ. ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന ആൾക്കാരെ ലിങ്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇത് ആദ്യം നമുക്ക് തെറ്റായിരിക്കാൻ വേണ്ടി ആദ്യം ഏതാണ്, നമുക്ക് ഫോളിക് ആസിഡ് നോക്കാം അല്ലെ. ആരാണ് ഫോളിക് ആസിഡ് സിന്തസിസ് ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാര്? ഇവിടെ ആൻസർ നമുക്ക് നോക്കാം. സൾഫോണമൈഡ്. നമുക്ക് പറയാം സൾഫോണമൈഡ്. പിന്നെ ആരൊക്കെയാണ് വരുന്നത്? ഫോളിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? സൾഫോണമൈഡ്, പിന്നെ ട്രൈമിതോപ്രിൻ. പിന്നെ ഈ സൾഫോണമൈഡ് ആൻഡ് ട്രൈമിതോപ്രിൻ കോമ്പിനേഷൻ, എക്സാമ്പിൾ കോട്രൈമോക്സാസോൾ കേട്ടോ. പേരൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് എഴുതി പഠിക്കേണ്ടി വരും പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ സൾഫോണമൈഡ് ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ്, അതിൽ സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ. ഇനി പെൻസിലിൻ നമ്മൾ എന്താ പഠിക്കുന്നത് എപ്പോഴും? ഇറ്റ് ഇൻഹിബിറ്റ് സെൽ വോൾ സിന്തസിസ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ സെൽ വോൾ സിന്തസിസ് കാണുന്നില്ല. അപ്പോൾ വേറൊരു ടേം, കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി അടുത്തത് എന്താണ്? ക്യുനോളോൺസ്. ക്യുനോളോൺസിന് ഏതൊക്കെയാ വരുന്നത്? അത് റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. എല്ലാത്തിനും വേറെ ടേംസും കൂടെ ഉണ്ടാവും. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്കും ഏത് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ക്യുനോളോൺസിന് ഏതാണ്? ഇൻഹിബിറ്റ് റെപ്ലിക്കേഷൻ. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പറയാം ടോപ്പോ ഐസോമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് ഏതൊക്കെയാ ഉള്ളത്? പെൻസിലിൻ ഉണ്ട്, അമിനോ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, മാക്രോലിഡ്സ് ഉണ്ട്. അപ്പോൾ ഇവര് രണ്ടുപേരും, മാക്രോലിഡ്സും അമിനോ ഗ്ലൈക്കോസൈഡ്സും രണ്ടുപേരും എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ് ഒരേ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താ? ഒരേ ആക്ഷൻ ആണ്. പക്ഷെ അവര് രണ്ട് രീതിയിലായിരിക്കും പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് പ്രോട്ടീൻ സിന്തസിസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്ലേഷൻ. മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് അടുത്ത ആളെ നോക്കാം. കണ്ടോ, ഇവിടെ എന്താ? പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളത് രണ്ട് പേരുണ്ട്. വേറൊരു പേരും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ സിന്തസിസിൽ വരുന്ന ഒരാളാണ് എന്ത്? പെപ്റ്റൈഡ് ചെയിൻ എലോങ്ങേഷൻ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷനായി, ഏത് കൊടുക്കും? രണ്ടും പ്രോട്ടീൻ സിന്തസിസ് ആണ്. ആർക്ക് പോകും അല്ലെ. ഇനി വന്നേക്കുന്നത് എന്താണ്? ട്രാൻസ്പെപ്റ്റിഡേഷൻ. ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കനിൽ നമ്മളൊരു ക്രോസ് ലിങ്കിങ് വരുന്നുണ്ട്. ആ ക്രോസ് ലിങ്കിങ്, പെപ്റ്റിഡോഗ്ലൈക്കന്റെ സിന്തസിസില് ക്രോസ് ലിങ്കിങ് കുറെ റിയാക്ഷൻ വരുന്നുണ്ട്. അതില് ആ ക്രോസ് ലിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പോൾ ഈ ക്രോസ് ലിങ്കിങ് ഇൻഹിബിറ്റ് ചെയ്യും ആര്? പെൻസിലിൻ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സെൽ വോൾ സിന്തസിസ് എന്ന് കൊടുത്തിട്ടില്ല അല്ലെ. ഇവര് സെൽ വോൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന കൊടുത്തേച്ചെങ്കിൽ നമുക്ക് എളുപ്പമായാണ്. ഇൻഹിബിറ്റ് സെൽ വോൾ സിന്തസിസ്. അപ്പൊ ഇവരെന്താ കൊടുത്തേക്കുന്നത്? ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ. സെൽ വോൾ സിന്തസിസ് ഇൻഹിബിഷൻ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ അവര് പകരം കൊടുത്തേക്കുന്നത് ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ. അതാണ് ആരുടെ ആൻസർ വരുന്നത്? പെൻസിലിൻ. ഓക്കെ, നമ്മൾ ആ പെപ്റ്റൈഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ടെട്രാ പെപ്റ്റൈഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലിങ്കേജ് ഒക്കെ പറഞ്ഞില്ലേ, അതാണ് വരുന്നത്. എന്ത്? നമ്മുടെ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് ലിങ്കിങ് റിയാക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും ആര്? പെൻസിലിൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? മാക്രോലിഡ് അമിനോ ഗ്ലൈക്കോസൈഡ്. അപ്പോ പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ ആരാണ് വരുന്നത്? മാക്രോലിഡ്സ് ആണ് പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ വരുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും പെപ്റ്റൈഡ് ചെയിൻ, അതായത് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ ആണെങ്കിലും അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് പഠിക്കും? പെപ്റ്റൈഡ് ചെയിൻ. ഇവർ കറക്റ്റ് ആയിട്ട് പോയ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസിൽ തന്നെ നമ്മൾ പറയും ഇനിഷ്യേഷൻ, അതുപോലെ പെപ്റ്റൈഡ് ചെയിൻ എലോങ്ങേഷൻ, പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അതില് ഏതിനാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാക്രോലിഡ്സ് പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത ആൻസർ ഏതാ? മാക്രോലിഡ്സ് ഇന്റർഫിയർ വിത്ത് പ്രോട്ടീൻ സിന്തസിസ്. നമുക്ക് എക്സാം എഴുതുമ്പോഴത്തേക്ക് ഇത്ര നേരമൊന്നും ഉണ്ടാവില്ല ആലോചിച്ചിരിക്കാനായിട്ട്. അപ്പൊ ഇത്ര നേരം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം അവിടെ പോകും. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ എന്ത് രീതിയിൽ ചെയ്യണം? നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൻസർ ആദ്യം എഴുതണം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാ പ്രശ്നം വരുന്നത്, സെൽ വോൾ സിന്തസിസ് ഒരു സംശയം വരുന്നുണ്ട്, അതുപോലെ ഈ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ കാണുമ്പോൾ ഇച്ചിരി സംശയം വരും അല്ലെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ആരാണ്, സൾഫോണമൈഡ്, ഫോളിക് ആസിഡ് അല്ലെ, അതുപോലെ തന്നെ ക്യുനോളോൺസ് റെപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് പോകാം. 5A വന്നേക്കുന്ന ഇവിടെ 2 പേരുണ്ട് അല്ലെ, 5A. അടുത്തത് ഫോളിക് ആസിഡ് 3D വന്നേക്കുന്നത് ഏതാണ്, 3Dയും 2 പേര് അല്ലെ, 3 പേര് വന്നിട്ടുണ്ട്. 3Dയും 3 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ആളെ പോകണം. അടുത്ത ആള് നമ്മൾ ഏത് പോകണം, പെൻസിലിൻ അല്ലെങ്കിൽ ബാക്കി ഫസ്റ്റത്തെ 2 ആൾക്കാരെയും പോകണം അല്ലെ. അപ്പൊ നമുക്ക് പെൻസിലിൻ നോക്കാം. പെൻസിലിൻ ഏതാണ്, ട്രാൻസ്പെപ്റ്റിഡേഷൻ. അപ്പൊ 4 എന്ന് പറയുന്നത് ഏതാണ്, 4 എന്ന് പറയുന്നത് ബി. കണ്ടോ, 4 എന്ന് പറയുന്നത് ബി. അപ്പൊ വരുമ്പോ ആൻസർ കിട്ടി നമുക്ക് സി എന്നുള്ള ആൻസർ കിട്ടി. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കനിലുള്ള നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സ് തമ്മിലുള്ള ക്രോസ് ലിങ്കിങ് ആണ് വരുന്നത് അല്ലെ. അവിടെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആര്, പെൻസിലിൻ. അപ്പോൾ ആന്റിബയോട്ടിക്സിന്റെ കാര്യങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും എഴുതാൻ പറ്റുള്ളൂ. ഇത് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കുറച്ചും കൂടി 2 ആൾ മാത്രമേ സിമ്പിൾ ആയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ 3ഉം പ്രോട്ടീൻ സിന്തസിസ് ആയിട്ട് ലിങ്ക് ആണോ എന്ന് സംശയിക്കും. പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്, പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ ഉണ്ട്. അടുത്തത് എന്താ, ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്നുള്ളതിലും പെപ്റ്റൈഡ് എന്നുള്ള കാര്യം വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിവിടെ മാക്രോലിഡ്സിനും അതുപോലെ തന്നെ അമിനോ ഗ്ലൈക്കോസൈഡ്, സൾഫോണമൈഡ്, പെൻസിലിൻ, ക്യുനോളോൺസ് ഇതിനെല്ലാം എക്സാമ്പിൾസും പഠിക്കണം. ചില സമയത്ത് ഇവരുടെ ഈ ക്ലാസ് അല്ലെ, ഇതിപ്പോ ക്ലാസ് ആണ് കൊടുത്തേക്കുന്നത്, ചില സമയത്ത് എന്താ അവരുടെ എക്സാമ്പിൾസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പൊ അതും പഠിക്കണം, ഏതൊക്കെ എക്സാമ്പിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പഠിച്ചോളണം. നമ്മൾ ഈ 2 പേരെ ലിങ്ക് ചെയ്യാൻ വിട്ടുപോയി, അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. മാക്രോലിഡ്സും അമിനോ ഗ്ലൈക്കോസൈഡ്സും 2 പേരും പ്രോട്ടീൻ സിന്തസിസിൽ വരുന്നതാണ്. ഇതിൽ മാക്രോലിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ ആണ് അല്ലെ. അമിനോ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. മാക്രോലിഡ്സും രണ്ടും എന്താ, സി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 1ഉം കൊടുക്കാം 2ഉം കൊടുക്കാം, രണ്ടും ഇന്റർഫിയർ വിത്ത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പക്ഷെ നമുക്കിവിടെ മാക്രോലിഡ്സിന് കുറച്ചും കൂടി നല്ലൊരു ആൻസർ എന്താണ്, പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പാണ് മാക്രോലിഡ്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അമിനോ ഗ്ലൈക്കോസൈഡ്സ് ഏതൊക്കെയാണ്, നമ്മുടെ കാനമൈസിൻ, ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, അവരൊക്കെ ഫസ്റ്റ് സ്റ്റേജ് മിസ് റീഡിങ് ഓഫ് mRNA പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കുറച്ച് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ ഓരോന്നിന്റെ എക്സാമ്പിൾസ്, പെൻസിലിൻ ഏതൊക്കെയാണ്, ക്യുനോളോൺസ് ഏതൊക്കെയാണ്, നോർഫ്ലോസാക്സിൻ, സിപ്രോഫ്ലോസാക്സിൻ, ലെവോഫ്ലോസാക്സിൻ, അങ്ങനെ കുറേ ഉണ്ട് ക്യുനോളോൺസിനൊക്കെ. അമിനോ ഗ്ലൈക്കോസൈഡ്സ്, മാക്രോലിഡ്സ് ആണെങ്കിൽ എറിത്രോമൈസിൻ, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതെല്ലാം പഠിക്കുക.